Welcome to the new video of Engineering Geology. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോൾട്ടിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ഫോൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോൾട്ട് ആൻഡ് ഫോൾട്ടിങ്സ്. ഓക്കെ, ഫോൾട്ട് എന്ന് പറയുന്നത് those structures along which there have been relative movement of the blocks past each other are termed as fault. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റോക്കിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ് കാരണം ആ റോക്കിൻ്റെ രണ്ട് പീസായിട്ടത് മാറുന്നത്, അതായത് അത് നീങ്ങി മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫോൾട്ട് ഈസ് ഓൾവേസ് എ ക്രാക്ക് ഓർ സർഫസ് ഓഫ് റപ്ചർ ഓർ എ സിമ്പിൾ ഫ്രാക്ചർ സർഫസ്. ഒരു റപ്ചർ, സർഫസ് ഓഫ് റപ്ചർ അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ സർഫസ്, അതിനെയാണ് നമ്മളെപ്പോഴും ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫോൾട്ടിൻ്റെ എൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോൾട്ടിങ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രാക്ചർ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ബ്ലോക്ക് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഈസ് ടേംഡ് ആസ് ഫോൾട്ട്. ഇത് ഫ്രാക്ചർ ഡെവലപ്പ് ചെയ്ത് ബ്ലോക്ക്സ് രണ്ടും ഡിസ്പ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫോൾട്ടിങ് എന്ന് പറയും. ഓക്കെ, സോ ഈ ഫോൾട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് 3 layers ഓഫ് റോക്ക് ഒക്കറിങ് സംവെയർ വിത്തിൻ ദി എർത്ത് കം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സ്ട്രെസ്. അപ്പോൾ ഇതിവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കണം. ഓക്കെ, ഇതിൽ 3 ലെയറായിട്ട് റോക്സ് ഉണ്ട്. എർത്തിൻ്റെ എന്താണ്, അണ്ടർ ദി സർഫസ് ഓഫ് എർത്ത് എവിടെയെങ്കിലും വരുന്ന ഒരു പോർഷൻ ആയിരിക്കും ഇത്. ആ റോക്കിൽ എന്താ 3 സർഫസ് ഉണ്ട്. ആ 3 ലെയറുള്ള റോക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എല്ലാ സ്ഥലത്തു നിന്നും അതിലോട്ട് എന്താണ് സ്ട്രെസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാ സ്ഥലത്തു നിന്നും അതിലോട്ട് സ്ട്രെസ്സ് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ദെൻ the stresses produced a fracture FF1 dividing the original layer into 2 distinct parts, A1 and A2. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ സ്ട്രെസ്സ് കാരണം എന്തുണ്ടായി, FF1 എന്ന് പറയുന്ന ഒരു ഫ്രാക്ചർ അവിടെ ഉണ്ടായി. ഓക്കെ, FF1 എന്ന് പറഞ്ഞൊരു ലൈനാണ്, അത് ഫ്രാക്ചറാണ്. ഓക്കെ, അങ്ങനെ ലൈൻ ഉണ്ടായിട്ട് എന്ത് സംഭവിച്ചു, ഫ്രാക്ചർ അവിടെ ഉണ്ടായിട്ട് A1 അതുപോലെ A2 എന്ന് പറയുന്ന 2 ബ്ലോക്സ് അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത് എന്ത് സംഭവിച്ചു, അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി സെയിം സ്ട്രെസ് ഓർ അതർ ഡെവലപ്പിംഗ് സബ്സിക്വൻ്റ്ലി ദ ബ്ലോക്ക് A2 ഈസ് റിമൂവ് ഡൗൺ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ്, ആ സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് അവിടെ വരുന്ന ബാക്കി സ്ട്രെസ്സ് കാരണം A2 എന്ന് പറയുന്ന ബ്ലോക്ക് എന്ത് ചെയ്തു, താഴോട്ട് ഡൗൺവേർഡായിട്ട് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫോൾട്ട് വരുന്നത്. ഫോൾട്ട് എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. സ്ട്രെസ്സ് വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ റപ്ചർ സംഭവിക്കും, അതായത് ഫ്രാക്ചർ സംഭവിക്കും. ഫ്രാക്ചർ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പീസ് അല്ലെങ്കിൽ ബ്ലോക്ക്, അതിൽ ഒരു ബ്ലോക്ക് ഡൗൺവേർഡ് അല്ലെങ്കിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് നടക്കും. അങ്ങനെയാണ് എന്താണ് ഫോൾട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, this fracture FF1 along which there has been a relative displacement of the 2 block A1 and A2 is fault. ഓക്കെ, അപ്പോൾ ഈ രണ്ട് FF1 എന്ന് പറയുന്ന ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അവിടെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം 2 ബ്ലോക്കായിട്ട് മാറും, A1 ഉം A2. അതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയുന്നത്. there are some other fracture also in the block such as SF, but they are not fault because there has been no movement along them. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് SF എന്ന് പറയുന്ന പോർഷനും ഉണ്ട്. അത് എന്താണ്, അതും ഫ്രാക്ചറാണ്, പക്ഷെ അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. മൂവ്മെൻറ്റ് നടക്കാത്തതുകൊണ്ട് എന്താണ്, അത് ഫോൾട്ടല്ല, ജസ്റ്റ് അതൊരു ഫ്രാക്ചർ മാത്രമാണ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസസ് ഓഫ് ഫോൾട്ടിങ്ങിൻ്റെ കോസസ് ആണ് പറയുന്നത്. ഓക്കെ, faults are generally caused under the influence of stresses acting upon the rocks of the crust of the earth. എർത്തിലെ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, ഫോൾട്ട് സംഭവിക്കുന്നത്. ഓക്കെ, എനി റോക്ക് ഓൺ ഓർ ബിലോ ദി ക്രസ്റ്റ് മേ വിത്ത്സ്റ്റാൻഡ് ഓൾ ദി ഓപ്പറേറ്റിംഗ് സ്ട്രെസ്സസ് അപ് ടു എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ എല്ലാ റോക്സിനും എന്താണ് സ്ട്രെസ്സസ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് ഉണ്ട്, വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് കോഹസീവ് സ്ട്രെങ്ത് ആൻഡ് ഇൻറ്റേർണൽ ഫ്രിക്ഷനും കോഹസീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിസിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇരിക്കുന്നത്.
Okay. But when the limit is crossed by the operating stresses, the rock yield by fracturing or breaking along certain direction. അപ്പോൾ എന്താ ഈ സ്ട്രെസ് എന്ന് പറയുന്നത്, സ്ട്രെസ്സ് അതിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രാക്ചർ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സംഭവിക്കും. Then immediately after the development of these fracture, the blocks create along the fracture suffer sudden displacement along those fractures under the influence of the same stress that cause the fracturing of the റോക്സ്. ഓക്കെ, അപ്പം എന്താ ഈ ഫ്രാക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷം എന്ത് ചെയ്യും? ഈ ബ്ലോക്സ് സഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും ഈ ബ്ലോക്സിൽ. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി സ്ട്രെസ്സസ് ദ ഫോൾ മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ്റെയും ബേസിസിൽ ഫോൾസിന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് പറയാം. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ സ്ലിപ്പ് ഫോൾട്ട്, സെക്കൻഡ് വൺ സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ട്, തേർഡ് വൺ റിവേഴ്സ് സ്ലിപ്പ് ഫോൾട്ട്. ഓക്കെ, ഈ ഫിഗർ നോക്കി മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, then faulting due to fault. Axial plane is the weakest part of the folded region. Folded region weakest part എന്ന് പറയുന്നത് ആക്സിയൽ പ്ലെയിൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ് റീജിയൻ ആർ മോർ സസെപ്റ്റബിൾ ടു ഫോൾട്ട്. അപ്പോൾ ആ റീജിയൻ ആണ്, അതായത് ആക്സിയൽ റീജിയൻ ആണ്, ആക്സിയൽ പ്ലെയിൻ ആണ് സസെപ്റ്റബിൾ ടു ഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ്? അവിടെ അത് വീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൾട്ടിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്ലേറ്റ് ടെക്ടോണിക്. പ്ലേറ്റ് മൂവ്മെൻറ്റ് beneath the earth lead to ഫോൾട്ടിങ്. ഓക്കെ, അപ്പം എർത്തിൻ്റെ താഴെയുള്ള പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഫോൾട്ടിങ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സം ഇമ്പോർട്ടൻറ്റ് പാർട്സ്. അപ്പോൾ ഫോൾട്ടിൻ്റെ സം ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് ഫോൾട്ട് പ്ലെയിൻ എന്താണെന്ന് നോക്കാം. Fault plane is the planar surface of fracture along which relative displacement of the blocks takes place during the process of faulting. Faulting നടക്കുന്ന സമയത്ത് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്ന സർഫസ്, അതിനെയാണ് നമ്മൾ ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. When it is not planar, the same surface is simply described as fault surface. ഓക്കെ, അപ്പം അത് പ്ലാനർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സർഫസിനെ നമ്മൾ ഫോൾട്ട് സർഫസ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിനെ ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിപ്പ് ആൻഡ് ഹിറ്റ്. Fault plane may be vertical, horizontal or inclined at any angle with the horizontal. ഹൊറിസോണ്ടലുമായിട്ട് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ട് ഫോൾട്ട് പ്ലെയിൻ നമുക്ക് കാണാൻ പറ്റും. ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട് ഇൻക്ലിനേഷൻ വഴി ഉണ്ടാക്കുന്നത്, അതായത് ഹൊറിസോണ്ടലുമായിട്ട് ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഹെയ്ഡ് ഓഫ് ദി ഫോൾട്ട് ഈസ് എ ആംഗിൾ വിച്ച് ദി ഫോൾട്ട് മേക്ക് വിത്ത് ദി വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെയ്ഡ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് എന്തെന്ന് പറയും? ഡിപ്പ് എന്ന് പറയും. വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന് എന്ത് പറയും? ഹെയ്ഡ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദി വാൾസ്. ദി ബ്ലോക്സ് വിച്ച് ഹാസ് സഫേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി ഫ്രാക്ചർ ആർ കൺവീനിയൻ്റ്ലി കോൾഡ് വാൾസ്. ഓക്കെ, അപ്പം ബ്ലോക്സ് വിച്ച് ഹാസ് സഫേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി ഫ്രാക്ചർ. ഓക്കെ, ഫ്രാക്ചറിൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ സംഭവിച്ച ബ്ലോക്സിന് നമ്മൾ എന്തെന്ന് പറയും? വാൾസ് എന്ന് പറയും. The term hanging wall is used for the faulted block lies on the upper surface of the fault plane. Fault planeൻ്റെ upper surfaceലുള്ളതിനെ നമ്മൾ ഹാങ്ങിങ് വാൾ എന്നാണ് പറയുന്നത്. ഓക്കെ, although it may be at a lower elevation compared to the other block, the foot wall. ഓക്കെ, അതിനെ കമ്പയർ ചെയ്ത് ലോവർ എലിവേഷൻ, അതിനെ കമ്പയർ ചെയ്ത് ഡൗൺവേർഡ് ആയിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഫൂട്ട് വാൾ എന്ന് പറയുന്നത്. The term foot wall is used for the faulted block which lie on the under surface of the fault plane. ഒരു ഫോൾട്ട് പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷനിലിരിക്കുന്ന ഒരു ഫോൾട്ട് പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷനിലിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഹാങ്ങിങ് വാൾ എന്ന് പറയും. അതുപോലെ അതിൻ്റെ ബോട്ടം പോർഷനിലിരിക്കുന്നതിന് എന്ത് പറയും? ഫൂട്ട് വാൾ എന്ന് പറയും. Next one, slip and separation.
The slip is defined as a relative displacement of any 2 point as measured along the fault plane. Okay, relative displacement of 2 point, അതിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ മില്ലിമീറ്റർ, മീറ്റർ ഓർ ഈവൻ കിലോമീറ്റർ. സ്ലിപ്പിൻ്റെ ടൈപ്സ് എത്രയാണെന്ന് നോക്കാം, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദ ഡിപ്പ് സ്ലിപ്പ്. ഓക്കെ, ആദ്യത്തേത് ഡിപ്പ് സ്ലിപ്പ്. ഓക്കെ, ഇൻ ദ ഡിപ്പ് സ്ലിപ്പ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാസ് എസെൻഷ്യലി ടേക്കൺ പ്ലേസ് അലോങ് ദ ഡിപ്പ് ഓഫ് ദി ഫോൾട്ട്. ഡിപ്പിൽ കൂടെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നതിന് നമ്മൾ ഡിപ്പ് സ്ലിപ്പ് എന്ന് പറയും. നെക്സ്റ്റ് എന്താണ് സ്ട്രൈക്ക് സ്ലിപ്പാണ് അടുത്തത്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാസ് ഒക്കേർഡ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി സ്ട്രൈക്ക് ഓഫ് ദി ഫോൾട്ട്. ഫോൾട്ടിൽ സ്ട്രൈക്കിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ സ്ട്രൈക്ക് സ്ലിപ്പ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഒബ്ലിക് ടു ബോത്ത് ദീസ് ഡയറക്ഷൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഒബ്ലിക് സ്ലിപ്പ്. ഓക്കെ, രണ്ട് ഡയറക്ഷൻ ഒബ്ലിക് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ നമ്മളതിനെ ഒബ്ലിക് സ്ലിപ്പ് എന്ന് പറയും. ഓക്കെ, ഇതാണ് സ്ലിപ്പ് ആൻഡ് സെപ്പറേഷൻ. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, ബിഫോർ ഫോൾട്ടിങ്, ഫോൾട്ടിങ്ങിന് മുമ്പ് ഉള്ളതാണ് ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്ലിപ്പ് കാണിക്കുന്നത് എന്താണ്, സ്ട്രൈക്ക് സ്ലിപ്പ്, അതായത് ഡയറക്ഷനാണ് ഇവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പം അലോങ് ദി സ്ട്രൈക്കിൻ്റെ ഡയറക്ഷനിലോട്ട് സ്ലിപ്പ് ആവുന്നത് എന്താണ്, സ്ട്രൈക്ക് സ്ലിപ്പ് എന്ന് പറയും. തേർഡ് വൺ എന്താണ്, ഡിപ്പ് സ്ലിപ്പ്. അത് ഡിപ്പിൻ്റെ ഡയറക്ഷനിലോട്ട്, സൈഡിലോട്ട്, താഴോട്ടായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതിനെന്താ ഡിപ്പ് സ്ലിപ്പ് എന്ന് പറയും. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒബ്ലിക് സ്ലിപ്പാണ്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മൂന്ന് ടൈപ്പും എന്താണ് വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചു വെക്കണം. സോ ഇനി സെപ്പറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ട് ഓഫ് ദി ഫോൾട്ടഡ് ബെഡ് ഓർ ലെയർ ഓഫ് റോക്ക് മെഷേർഡ് ഇൻ എനി ഗിവൺ ഡയറക്ഷൻ. ഒരു ഗിവൺ ഡയറക്ഷനിലോട്ട് മെഷർ ചെയ്യുന്ന, അതെന്താ രണ്ട് ബ്ലോക്കിൻ്റെയും അല്ലെങ്കിൽ രണ്ട് ഫോൾട്ടഡ് ബെഡിൻ്റെ ഡിസ്റ്റൻസിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെപ്പറേഷൻ ഈസ് സ്പെഷ്യലി ടേംഡ് ആസ് ഓഫ്സെറ്റ്, ത്രോ, ഹീവ്. സോ ഓഫ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വിച്ച് expresses the normal horizontal displacement measured perpendicular to the faulted horizon and in a horizontal plane. Okay, offset എന്ന് വെച്ചാൽ expressing normal horizontal displacement measured perpendicular to the faulted horizon. faulted horizon perpendicular ആയിട്ട് മെഷർ ചെയ്യുന്നതിന് നമ്മൾ എന്താണ് ഓഫ്സെറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ത്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, which is the vertical component of the dip separation measured in a direction perpendicular to the strike of the fault. Okay, സ്ട്രൈക്കിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് ത്രോ, which is a vertical component. Okay, so in here എന്ന് വെച്ചാൽ എന്താണ്, it is the horizontal component of dip separation measured in the direction perpendicular to the strike of the fault in വെർട്ടിക്കൽ പ്ലെയിൻ. നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രൈക്കിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിനാണ് ഹീവ് എന്ന് പറയുന്നത്. ഓക്കെ, P1 P2 എന്ന് പറയുന്നത് സ്ലിപ്പാണ്. അതുപോലെ OP1 എന്ന് പറയുന്നത് എന്താണ്, ത്രോ ആണ്. ഓക്കെ, വെർട്ടിക്കലായിട്ട്. അതുപോലെ OP2 എന്ന് പറയുന്നത് എന്താണ്, ഹീവാണ്, അതാണ് ഹൊറിസോണ്ടലായിട്ട് വരുന്നത്. ഇനി റേക്ക്. It is the angle between line on the fault plane and the horizontal plane. ഓക്കെ, fault പ്ലെയിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ ഇടയിലുള്ള ലൈനിൻ്റെ എന്താണ് ആംഗിളാണ് എന്തെന്ന് പറഞ്ഞാൽ റേക്ക് എന്ന് പറയുന്നത്. ഇത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോൾട്ടിംഗ് ആണ് കാണിക്കുന്നത് ഫിഗറിൽ. ഈ ഫിഗറിൽ നമ്മളിപ്പോൾ പഠിച്ച എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എന്താണ് എല്ലാ ടേംസും കറക്റ്റായിട്ട് ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുപോലെ ഈ ഫിഗർ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ ടേംസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിയിട്ട് എന്താണ് ഈ ഫിഗറും കൂടെ വരച്ച് ഇതെല്ലാം മാർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും. ഓക്കെ.